ആക്ച്വലി കുറേ പേര് ഈ ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കുന്നുണ്ട് ടു സ്പീക്ക് അബൌട്ട് സിവിൻ. ഞാനൊന്നും സംസാരിക്കില്ല, ഞാനൊന്നും പറയില്ല. തിങ് ഈസ്, ഞാൻ എന്ത് പറഞ്ഞാലും അത് പുറത്തെടുത്തത് ന്യൂസാക്കി ഇടാനും എൻ്റെ ഫോട്ടോ വെച്ചത് ഹെഡ്ലൈനായിട്ട് നാളെ അത് സർക്കുലേറ്റ് ചെയ്യാനും പിന്നെ അതിൻ്റെ പേരും പറഞ്ഞ് എന്നെ ഇനി തെറി വിളിക്കാൻ വരാനും ഒക്കെ കുറേ പേര് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഡോണ്ട് ആസ്ക് മീ ദീസ് ക്വസ്റ്റ്യൻസ്. ഐ എം നോട്ട് ഗോണ സേ എനിത്തിങ്. നിങ്ങൾ ഷോ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂ, ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യൂ, ഇല്ലെങ്കിൽ വിട്ടേക്കൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ പെർസ്പെക്റ്റീവാണ്. പിന്നെ കുറേ കണ്ടസ്റ്റൻസ് കേട്ടോ, പല കണ്ടസ്റ്റൻസും ഇതിനകത്ത് PR വർക്ക്സ് അവർക്ക് വേണ്ടിയിട്ട് നടക്കുന്നുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അതൊക്കെ എനിക്ക് തന്നെ നേരെ തിരിച്ചടിക്കുന്ന അവസ്ഥയിലായിപ്പോവും. ഞാൻ ഒന്നും ചെയ്യാത്ത എൻ്റെ തലയിൽ പലതും ഞാൻ തന്നെ വിളിച്ചു വരുത്തുന്ന പോലെ ആയിപ്പോവും. അതുകൊണ്ട് നോ കമൻസ്. ഓർമ്മിപ്പിക്കല്ലേ എൻ്റെ പൊന്നെ, അതാലോചിക്കുമ്പോൾ എനിക്കിപ്പോഴും നെഞ്ചിലൊരു വേദനയാണ്. എന്തിനോ വേണ്ടി തിളച്ച ഒരു സാമ്പാറായിപ്പോയി കഴിഞ്ഞ ദുബായ് ട്രിപ്പ്. പക്ഷേ അങ്ങനെയല്ല, എൻ്റെ ദുബായ് ഇങ്ങനെയല്ല. അപ്പം അത് മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുക്കാൻ ഞങ്ങൾ തിരിച്ച് വരുന്നുണ്ട്. 11 ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കോട്ടെ, എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചൊരു ട്രിപ്പ് വരും. യു വെയിറ്റ്, നമുക്ക് പൊളിക്കാം. അഫ്കോഴ്സ് ഇപ്പം തന്നെ പറഞ്ഞേക്കാം, എല്ലാ വെള്ളിയാഴ്ചയും ലീവാണ്, ടാസ്ക് ഒന്നും ഉണ്ടാവില്ല. അപ്പം അന്ന് കുറച്ചു നേരം ഉറങ്ങിക്കോ. പിന്നെ അന്ന് എല്ലാ ഷഡ്ഡിയൊക്കെ അലക്കിയിടുന്ന ദിവസമാണ്, അപ്പം അന്ന് എല്ലാ പരിപാടിയും ചെയ്തോണം. പിന്നെ പറഞ്ഞത് എന്താ, എന്നും രാവിലെ എണീച്ച ഉടനെ തന്നെ രാവിലെ കുളിച്ചോ, കാരണം എപ്പോൾ ടാസ്ക് വരുന്നൊന്നും പറയാൻ പറ്റില്ല, കളിച്ചുകൊണ്ട് നിൽക്കരുത്, അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞ, മൈക്ക് എപ്പോഴും ഇട്ടിട്ടേ സംസാരിക്കാവൂ, ഇല്ലെങ്കിൽ വെറുതെ ബിഗ് ബോസിൻ്റെ അടുത്തുനിന്ന് ചീത്ത കേൾക്കേണ്ടി വരും, അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫൗൾ ലാംഗ്വേജ് ദയവ് ഇത് യൂസ് ചെയ്യാതെ നോക്കണം, എന്ത് പറയുന്നുണ്ടെങ്കിലും മാന്യമായ സഭ്യമായ ഭാഷയിൽ പറഞ്ഞു, അതും പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ ഞാൻ പറഞ്ഞ എനിക്ക് ഓർമ്മ കിട്ടണം. ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഒരു സാരി ബ്രാൻഡിൻ്റെ ഉടമസ്ഥയായ എന്നോട് ഞാൻ ഈ ഉടുത്തേക്കുന്ന സാരി എവിടെ നിന്നാണ് എന്ന് ചോദിക്കാൻ ലജ്ജയില്ലേ? അഫ്കോഴ്സ് ഞാൻ എൻ്റെ ബ്രാൻഡിൻ്റെ സാരിയെല്ലാം ഉടുക്കൂ. വാട്ട് ഇസ് ദിസ്? അതായത് രമണ, ഈ കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തുമ്പോൾ എന്നാണല്ലോ പാട്ട്. മഞ്ഞത്തുകിൽ ചാർത്തണാരാ? കൃഷ്ണൻ. അതാണ് കൃഷ്ണനും വിഷുവും തമ്മിലുള്ള കണക്ഷൻ. വിഷുപ്പാട്ടെല്ലാം കൃഷ്ണനെ പറ്റിയാണ് എഴുതിയിരിക്കണത്, അതുകൊണ്ടാണ് നമ്മൾ കൃഷ്ണനെ വെക്കണം.